എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് പരിശുദ്ധ കന്യാമറിയമാണ്. ഇന്ന് ഓണം ഒന്നാം ഓണമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചൊരു വീഡിയോ ഇറക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൻ്റെ മാതാവായി മാറാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളിമയാണ്, ദൈവകൃപയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി എന്നാണ് പറയുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. അപ്പം നമ്മളുടെ ഉള്ളിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ഉള്ളിൽ എളിമയാണോ അതോ അഹങ്കാരത്തിൻ്റെയോ അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമ്മുടെ ഉള്ളിൽ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ നിലയിലാണോ നമ്മുടെ മനസ്സ് ഇരിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ തോന്നുന്നു, മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഞാൻ എൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ എവിടെ നിന്ന് വരുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അത്രേ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധ അമ്മ അത്രയും പരിശുദ്ധയും ദൈവകൃപ നിറഞ്ഞവളും ആയിരുന്നത് കൊണ്ടാണ് ഈശോയെ ഉദരത്തിൽ വഹിക്കാനുള്ള ഭാഗ്യവും ഈശോയെ വളർത്തിയാനും കുരിശുമരണം കഴിഞ്ഞ് ഈശോയെ ഉയർത്തെഴുന്നേൽക്കുന്നിടം വരെ എല്ലാ കാര്യത്തിലും അമ്മ ഒപ്പം ഉണ്ടായിരുന്നു. അമ്മ സമീപത്തുണ്ടെങ്കിൽ ഈവൻ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു, ഞാൻ പറയാൻ വേണ്ടി വെച്ചിരുന്ന കാര്യങ്ങളല്ല ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എളിമയുണ്ടാകണം. നമ്മൾ എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങളാകട്ടെ, എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ആ അഹങ്കാരം ദൈവസന്നിധിയിൽ നിന്ന് വരുന്നതല്ല. കാരണം ദൈവത്തിന് എളിമയാണ് ഇഷ്ടം. ഇനി അമ്മയ്ക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് സങ്കടങ്ങളെ സഹിക്കാനായിട്ട് ഈശോയുടെ കുരിശുമരണം അമ്മ നേരിട്ട് കണ്ട് അമ്മ ഹൃദയത്തിൽ സംഭവിച്ചു. ആ സംഭവങ്ങളെല്ലാം അമ്മ നേരത്തെ അറിഞ്ഞിരുന്നതാണ്. പരിശുദ്ധ യോഹന്നാനായിരുന്നു തോന്നുന്നു, ആരോ ഒരാൾ ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ അമ്മയോട് പറഞ്ഞിരുന്നു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന്. ആ പറഞ്ഞത് ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ച് തന്നെയായിരുന്നു. അമ്മയുടെ മനസ്സിൽ അത് കിടപ്പുണ്ടായിരുന്നു. അമ്മയ്ക്കത് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ഇത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവായ ദൈവം ലോകമക്കൾക്ക് വേണ്ടി സ്വപുത്രനെ അയച്ച് ലോകത്തെ വീണ്ടെടുത്തു. അപ്പോൾ ഇത് ദൈവിക പദ്ധതിയാണെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മേനെ മരണത്തിന് വിട്ടുകൊടുത്തില്ല. സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് മാലാഖമാർ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സങ്കടങ്ങളിലൂടെ അമ്മ കടന്നു പോയിട്ടുണ്ട്. ഈശോയെ പ്രസവിക്കാൻ നേരത്ത് കാലിത്തൊഴുത്താണ് കിട്ടിയത്. നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പം അതൊക്കെ കുറവുകളായിട്ട് തോന്നും. പക്ഷെ അമ്മയ്ക്ക് ഇതെല്ലാം സഹിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. നമുക്കും പ്രാർത്ഥിക്കാം കർത്താവിനോട്, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ, അതായത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറ്റങ്ങൾ, എന്തെങ്കിലും വല്ലായ്മകൾ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നുള്ളത് ദൈവഹിതം എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞാനിത് പറയുമ്പം എൻ്റെ ജീവിതത്തിലും ഞാൻ അത് നിർവഹിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്.
പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതിനു മുമ്പിട്ട് വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ടായിരുന്നു. ബൈബിള് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തൊട്ട് അന്ത്യം വരെ ദൈവത്തിൻ്റെ വാക്കുകളാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പം ഈ ബൈബിള് നമ്മൾ അതിൻ്റെ അകത്ത് പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ബൈബിൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ജനതയ്ക്കും അങ്ങനെ തന്നെയാണ്. ബൈബിളിൽ പറയപ്പെട്ട കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ തൻ്റെ പ്രവചനങ്ങളിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ ബൈബിളിൽ പറഞ്ഞപ്പെട്ട കാര്യങ്ങളാണ്. അത് പരിശുദ്ധ അമ്മ പ്രവചനങ്ങളിലൂടെ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ കർത്താവ് പറയുന്നതനുസരിച്ച്, കർത്താവിനനുസരിച്ച് ഇവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ട് ബാലകന്മാർക്കും അതുപോലെ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും അഭിഷിക്തന്മാർക്കും അങ്ങനെ കർത്താവ് കൽപ്പിക്കുന്നത് പോലെ ചെയ്യുന്നുണ്ട്. കർത്താവ് കൽപ്പിക്കുന്ന പോലെ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. പിന്നെ പഴയ നിയമത്തിലെ സ്ത്രീ അത് ഹവ്വായായിരുന്നു. പുതിയ നിയമത്തിൽ ആ സ്ത്രീ പരിശുദ്ധ കന്യകാമറിയമായിരുന്നു. ആ പഴയ നിയമത്തിലെ സ്ത്രീ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തത്, അല്ലെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്തത് പരിശുദ്ധ കന്യാമറിയമാണ്. പരിശുദ്ധ കന്യാമറിയം ഉണ്ടെങ്കിൽ കുറവുകൾ വരെ അത് മാറ്റാൻ കഴിയുന്ന അത്രയും ശക്തിയും പവറും ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നമ്മൾ മാനുഷികമായിട്ട് നോക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ദാവീദ് രാജാവായി എത്രയേറെ സങ്കടങ്ങളിലൂടെ കടന്നുപോയി. സാവൂള് കൊല്ലാനായിട്ട് നോക്കി, അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി ദാവീദ് ഇപ്പോഴും ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെയും ഏറ്റവും മഹാനായ രാജാവായിട്ട് നിലകൊള്ളുന്നു. ദാവീദിനും തെറ്റുപറ്റി, എന്നിരുന്നാലും അത് കഴിഞ്ഞ് ദാവീദിൻ്റെ മകനായ സോളമൻ ബൈബിളിൽ എത്ര ഇത് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സങ്കീർത്തനം എഴുതിയത് ദാവീദാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ ദൈവത്തെ കൊണ്ട് സാധിക്കുന്നതാണ്. പരിശുദ്ധ അമ്മയെ പോലെ നമുക്ക് മൊത്തം വിട്ടുകൊടുക്കാം. ദൈവമേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം നടക്കട്ടെ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, ഞാൻ ഒന്നുമല്ല, അങ്ങാണ് എന്നെ നയിക്കുന്നത്, പിതാവേ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നു എന്ന് പറയാനുള്ള കഴിവും പരിശുദ്ധ അമ്മേനോടുള്ള സ്നേഹവും. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ പഠിക്കാം. പരിശുദ്ധ അമ്മയെ ജപമാല ചൊല്ലി നമ്മൾ ആന്തരികമായ ബാഹ്യമായ വാക്കുകളിലൂടെ ഇങ്ങനെ ചെല്ലുന്നത് നല്ലതാണ്, അതല്ലേ ഉദ്ദേശിച്ചത്. അത് ചെല്ലുന്നതോടൊപ്പം നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയഭക്തി ബഹുമാനമാണ് വേണ്ടത്. അപ്പം ദൈവത്തോടുള്ള ഭയവും ഭക്തിയും ബഹുമാനവും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പം ഇതെല്ലാം നമ്മളിലേക്ക് വരും. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച്, അതായത് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച്, പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ഞങ്ങളിൽ നൽകണമേ. ഞങ്ങളുടെ ചുറ്റും നിറയണമേ. ഞങ്ങളുടെ ചുറ്റും നിന്ന് ഞങ്ങൾക്ക് കാവലിൽ നിൽക്കണമേ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഓക്കെ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആ ഒരു ഇത് അന്ന് വേണ്ടുന്ന അത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇതിന് നമ്മൾ കുറച്ച് അടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവിനായി നമ്മൾ അടുത്തിരിക്കുന്നു. കർത്താവ് വാനമേഘങ്ങളിൽ ആഗതനാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈബിള് വെളിപാടെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും. ബൈബിളിൽ എഴുതപ്പെടാത്ത കാര്യങ്ങൾ വരെ ഉണ്ട്.
ബൈബിളിൽ ഫുൾ എഴുതിയിട്ടില്ല. അത് പിതാവായ ദൈവത്തിൻ്റെ മനസ്സിലാണുള്ളത്. പുത്രന് പോലും അറിയത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ആ ഡേറ്റ്, ആ സമയം പിതാവിൻ്റെ കൈകളിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങ് ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ പിശാചികളുടെ തന്ത്രങ്ങളിൽ നിന്നും പിശാചിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. ദുഷ്ടരുടെ മനസ്സ് മാറി അവർക്ക് മാനസാന്തരം വരാനായിട്ടും അവരും ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാനോ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാനായിട്ടുള്ള കഴിവ് നൽകണമേ. മതം മാറ്റാനോ അല്ലെങ്കിൽ അത് ചെയ്യാനോ ഇത് ചെയ്യാനോ ഒക്കെ നിൽക്കുന്നവരുടെ മനസ്സ് മാറി ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, അതുപോലെ തന്നെ സഹോദരങ്ങളെ സഹായിക്കാനായിട്ടുള്ള മനസ്സിലേക്ക് മനസ്സുമാകി അങ്ങനെ ഈ കുടുംബ പശ്ചാത്തലം നമ്മൾ ലോകമായി ഒരു കുടുംബമായി മാറണം. കുടുംബത്തിലുള്ള ഒരാളെ നമ്മൾ ദ്രോഹിക്കാനായിട്ട് നോക്കത്തില്ല. അതേപോലെ തന്നെ ഈ ലോകത്തിലുള്ള എല്ലാവരെയും നമ്മുടെ സഹോദരന്മാരായിട്ട് കാണണം, നമ്മുടെ അപ്പനായിട്ട് കാണണം. അപ്പം അങ്ങനെ ആകുമ്പം നമുക്ക് ആരോടും ഒരു പ്രതികാരം ചെയ്യാനോ അങ്ങനെയുള്ള ഒന്നും തോന്നിയല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് നന്ദി പറയാം. ദൈവമേ, ഈ ഭൂമിയിൽ ജനിക്കാനായിട്ട് എനിക്ക് ഞങ്ങൾക്ക് അവസരം തന്നതിനെ ഓർത്ത് ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു. ഇത് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പറയാനായിട്ട് എനിക്ക് കഴിവ് നൽകിയതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ നന്ദി, പിതാവേ സ്തുതി, പിതാവേ ആരാധന, പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആരാധന, മഹത്വം. ഇനി എനിക്കൊന്നും പറയാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. എനിക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാനില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും ഞാൻ എഴുതുന്നതായിരിക്കും. കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്ത് പോകാം. ഇത് ഇത്രയും കേൾക്കാനൊക്കെ ആൾക്കാർ കുറവായിരിക്കും. എന്നിരുന്നാലും എനിക്ക് നിങ്ങളോട് സംസാരിക്കണം തോന്നി, അതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ്. എനിവേ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓണമാണ് വരുന്നത്, നാളെ ഓണമാണ്, തിരുവോണമാണ്. അപ്പം തിരുവോണത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഇനി എന്നാണ് വീഡിയോ ഇടുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ലാത്ത കാര്യം ഞാൻ പറയുന്നില്ല. അപ്പം ഇത് ഒരു ഇടയ്ക്കുള്ള വീഡിയോ ആണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ദൈവസന്നിധിയിൽ നമ്മുടെ മരണം നമുക്കറിയില്ലല്ലോ എന്നാണ്. അത് നമ്മുടെ കൈകളിലല്ല. ഈവൻ ആത്മഹത്യ ചെയ്യുന്നത് പോലും നമ്മുടെ കൈകളിലല്ല, അത് ദൈവത്തിൻ്റെ കൈകളിലാണ്. നിങ്ങൾ തോൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തിനേയും നേരിടാനുള്ള ശക്തിയും കൃപയും ദൈവത്തിൽ നിന്ന് നമുക്ക് നേടാം. ഞാൻ തുടങ്ങി വെച്ചത് പരിശുദ്ധ കന്യാമറിയത്തിലാണ്, എത്തിയിരിക്കുന്നത് ദൈവകൃപയിൽ നിന്നാണ്. അപ്പം പരിശുദ്ധ അമ്മ ദൈവകൃപയാൽ നിറയപ്പെട്ടവളാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ രണ്ടാമത്തെ വരവിൽ ലഭിച്ചിരിക്കുന്ന എന്താണ് അതിൻ്റെ അകത്ത് റോൾ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പിതാവിൻ്റെ കൈകളിലാണ്. എന്നാലും ഇത്രയും നാൾ വരെ പ്രത്യക്ഷീകരണത്തിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അമ്മയുടെ ആ സ്നേഹത്തിലുള്ള കെട്ടിപ്പിടുത്തം, അതായത് ആ ഒരു മക്കളോടുള്ള സ്നേഹമുണ്ടല്ലോ, അത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സും സ്നേഹം കൊണ്ട് നിറയണം. നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. നമ്മൾ ഒരാളെയും ദ്രോഹിക്കാൻ നോക്കാതെ നമ്മളെ ദ്രോഹിച്ചവരെ വരെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക. അപ്പം നമുക്ക് ദൈവകൃപയാൽ നിറയാൻ പറ്റും. ഇനി ഞാൻ അധികം പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾക്കിപ്പോൾ തന്നെ ബോറടിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ നിർത്താണ്. ശരി കേട്ടോ. ദൈവമേ, ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. പരിശുദ്ധ കന്യാമറിയത്തെ സ്നേഹിക്കാനും മനസ്സിലാക്കുവാനുമുള്ള കൃപ ഞങ്ങളെല്ലാവർക്കും നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. ഹല്ലേലൂയ. സ്വസ്ത്രം.